ഇന്ന് നമ്മൾ ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ കേക്ക് അതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു കേക്കുകളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് വൈറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അതേപോലത്തെ കേക്കുകളൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. പക്ഷേ ക്രിസ്മസിന് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റമ്മിൽ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു കേക്ക്. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ക്രിസ്മസിന് സമയമാകുമ്പോൾ ആ കേക്ക് ഉണ്ടാക്കാറുണ്ട് തോന്നുന്നു. എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നാലും സ്ഥിരമായിട്ട് എല്ലാ ക്രിസ്മസിനും ഞാനായിരുന്നാലും എൻ്റെ ചേച്ചി ആയിരുന്നാലും എൻ്റെ ബ്രദറായിരുന്നാലും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കേക്കാണത്. അപ്പോൾ ആ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ഉണ്ട്, അതിന് അത്രയ്ക്ക് എൻ്റെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു വീഡിയോ കൂടിയിട്ട് ഞാൻ ഈ ക്രിസ്മസിന് മുമ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ചയ്ക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ കേക്ക് നമ്മൾ ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം മാത്രമല്ല, കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല ടേസ്റ്റുള്ള ഫ്ലേവറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പറയുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങണ കേക്കിനേക്കാളും നല്ല ടേസ്റ്റുള്ള കേക്കും കിട്ടും. കേക്ക് കാണാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഫീഡ്ബാക്ക് ഇടുമ്പോൾ കഴിയുന്നതും ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. കുറേ പേരൊക്കെ എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫീഡ്ബാക്ക് തരാറുണ്ട്, ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട്. പക്ഷെ അതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ വീഡിയോയുടെ അടിയിൽ കൂടിയിട്ട് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ കമൻറ്റ്സ് നോക്കിയിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടിയിട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പഞ്ചസാര പാനി റെഡിയാക്കുമ്പോൾ ഞാനിവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊണ്ടും കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ട് ചേർക്കാം. പക്ഷേ എനിക്ക് ഓറഞ്ചിൻ്റെ തൊണ്ടാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തൊണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ തൊണ്ടിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളർ ഉണ്ടാവുമല്ലോ, അത് ഓറഞ്ചിനും നാരങ്ങയ്ക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് എടുക്കരുത് കേട്ടോ. അത് എടുത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഈ നല്ല ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്നത് മാത്രം എടുക്കുക. നാരങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ കളർ മാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ഓറഞ്ചായിട്ട് എടുത്തേക്കുന്നത്, ഇതിൻ്റെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷീൻ കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക. ആ സെയിം കപ്പിൽ തന്നെ അര കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് ചേർക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഈ വെള്ളം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് സ്പൂണിൽ എടുത്തിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് തുള്ളികൾ ഇതേപോലെ തന്നെ ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നു. നൂൽപ്പരുവ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂൽപ്പരുവായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, വെള്ളം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ വരും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ചെറുതായിട്ടൊരു കട്ടി പോലെ ഇങ്ങനെ വരണം, ആ പച്ചവെള്ളത്തിൻ്റെ അതിൽ നിന്നൊന്ന് മാറണം. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തേക്കണ ജ്യൂസ്, അത് 1 ടീസ്പൂണിൽ കൂടുതൽ ഒട്ടും ചേർക്കരുത്, കാരണം പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളി രസം വരും. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മളിത് ബ്രെഡിലാണ്, നമ്മളിത് അതിന് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ മുകളിൽ നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോൾ അതിന് തേച്ച് കൊടുക്കുന്ന സമയത്ത് എങ്ങാനും തീർന്നു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിക്കോ. പക്ഷേ ഇത്രയ്ക്കും മതിയാവും ഞാൻ ഉണ്ടാക്കണ കേക്കിന് വേണ്ടിയിട്ട്. നമ്മളൊരു 12 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ ബ്രെഡുമ്മ തേക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോടുകൂടി കൊണ്ടുപോയിട്ട് ബ്രെഡുമ്മ തേക്കരുത്. ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കേണ്ടത്. ചൂടോടുകൂടി തേച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആയാണ്ട് കുതിർന്ന് നമ്മുടെ കേക്കൊക്കെ ആയാണ്ട് നാശമാവും. ഇനി നമ്മൾ ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അമൂൽ ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അങ്ങനത്തെ ക്രീം എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന ക്രീമിന് കാണിക്കാം കേട്ടോ. ഈ ക്രീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അമൂൽ ക്രീം മതി കേട്ടോ. ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ ക്രീമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ 1.5 കപ്പാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുത്ത മെഷറിംഗ് കപ്പ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ
1.5 ഗ്ലാസ് ക്രീം എടുക്കുക. ഇനി 1/2 കപ്പ് കൂടിയും ചേർക്കുക. അപ്പോൾ 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ക്രീമിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്നത് ശരിക്കും പഞ്ചസാരയും പിന്നെ കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടാണ് ഈ ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ക്രീമായി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമായി പോകും. അപ്പോൾ ഇത് ഈ ഐസിങ് ഷുഗറിൽ ഈ കോൺഫ്ലോറും കൂടിയും ചേർത്തേക്കണത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമാവില്ല. അപ്പോൾ ഐസിങ് ഷുഗർ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് ഐസിങ് ഷുഗർ വാങ്ങാൻ കിട്ടിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇടുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടിയും ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 3/4 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. ഇത് 1/4 കപ്പിൻ്റെ കേട്ടോ, മറ്റേതിൽ നമ്മൾ ക്രീം എടുത്തേക്കണ അങ്ങനെ ഇരിക്കാം. അപ്പോൾ 1.5 കപ്പിന് 3/4 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസും ചേർക്കണം. ഇത് ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്രീം പോലെ വരുമല്ലോ, അതേപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയാലും അതങ്ങനെ വരും. നമ്മുടെ നാട്ടിലെ ക്രീം ആയിരുന്നാലും ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ബീറ്റർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലഫി ക്രീമായിട്ട് കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഹാൻഡ് ബീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഭയങ്കര സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യരുത്. നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ബ്രെഡ്, വൈറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഒരു 12 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3 ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ലെയറിൽ നമ്മൾ 4 വെച്ച് കൊടുക്കും. ഈ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു പലകയാണ് എടുത്തേക്കുന്നത്. ഇതെൻ്റെ ഒരു കട്ടിങ് ബോർഡാട്ടോ, എന്തുമ്പോൾ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. പിന്നെ കേക്കിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇതുമേന്ന് നമുക്ക് ഈ അല്ലെങ്കിൽ നമ്മൾ ഒന്നും വെക്കാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെച്ചോടത്ത് തന്നെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡിമേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതേപാടി എടുത്ത് വെക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വേണമെന്ന് അങ്ങനെ അത്രയും നിർബന്ധമില്ല. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഈ ബ്രെഡുമ്മ നമ്മളിവിടെ പഞ്ചസാരയുടെ ഇത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ഇത് നമ്മൾ ഇതുമ്മ നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കും. നമ്മുടെ ബ്രെഡുമ്മ ഇതേപോലെ ഇങ്ങനെയാണ് ഒഴിച്ചിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ വരത്തി കൊടുക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഒഴിക്കണം കേട്ടോ, എന്നാലാണ് അത് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ തീർന്നു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് രണ്ടാമത് വേറെ ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ ബ്രെഡിന് ഇത്രയ്ക്ക് മതിയാവും. ഞാൻ ഇതേപോലെ ഫസ്റ്റ് പാല് ഒഴിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഈ ഫ്ലേവറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 ബ്രെഡിൽ ഇതേപോലെ തേച്ചിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ റെഡി ആക്കിയിട്ട് വെച്ചാണ് ക്രീം ഉണ്ടല്ലോ, ആ ക്രീമാണ് തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ അടുത്ത സ്ലൈസ് ബ്രെഡ് വയ്ക്കട്ടെ. അപ്പോൾ കേക്കിൻ്റെ ഇപ്പം നമ്മുടെ 2ാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഈ 3ാമത്തെ ലെയറും ഇതേപോലെ തന്നെ റെഡിയാക്കി കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിലും കൂടിയിട്ട് ക്രീം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം ക്രീം വെച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ കേക്ക്
ഇതേപോലെ ഞാൻ സൈഡിൽ എല്ലായിടത്തും മുകളിൽ എല്ലായിടത്തും ക്രീം തേച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ഷെഡ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലും സൈഡിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യും. പിന്നെ പൈപ്പിംഗ് ബാഗിൽ ഈ ക്രീം തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ ചെറിയ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. ചെറിയ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിയും. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുക്കട്ടെ. ഇവിടെ ചോക്ലേറ്റ് ഷെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേക്കിങ്ങിന് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും വേണമെന്നില്ല. ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. ഇതേപോലെ നമ്മൾ ആ നാരങ്ങയുടെ തൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തില്ല, അതേപോലെ തന്നെ ഇങ്ങനെ ഗ്രേറ്ററിന് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഷെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം ബാക്കി കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് സ്റ്റാർ നോസിലായിട്ട് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിപ്പ് ലോക്കിൻ്റെ ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ക്രീം നിറച്ചിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതേപോലത്തെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടില്ല. പക്ഷേ റൗണ്ടിനുള്ള ഷേപ്പൊക്കെ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഇത് കടയിൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ഇത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആ ബാക്കിയുള്ള ക്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോട്ടോ. ഈ പേപ്പർ വെച്ചിട്ട് എന്നെ ഒന്ന് പതിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ താഴെ വീണതൊക്കെയും അതൊന്ന് പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും അതേപോലെ തന്നെയാണ് ചെയ്യുക. ഇതിലേക്ക് വയ്ക്കട്ടെ. ഇതിങ്ങനെ പിടിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ചോട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് പിടിച്ചോളൂ. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിൽ ചെറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഇനിയും കുറച്ചും കൂടി ബാക്കി ഇരിക്കുന്നുണ്ട്. പക്ഷെ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ ഇത്രയ്ക്കധികം ചോക്ലേറ്റ് ഒന്നും ഇട്ട് കിട്ടില്ലല്ലോ. ഞാനിവിടെ അതേപോലത്തെ ഒരു ബാർ ചോക്ലേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ബാർ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായി. അതിൻ്റെ ഒരു പകുതി ആവശ്യം ഉണ്ടാവുള്ളൂ. അതിനൊന്നും അത്രയ്ക്കധികം ഒരുപാട് പൈസയൊന്നും നമുക്ക് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്രീമിൻ്റെ ഒരു പൈസ ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രെഡിനൊക്കെ ആയിരുന്നാലും അത്രയ്ക്കധികം വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കേക്ക് നമ്മൾ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കുക. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്കിൻ്റെ ഭംഗി കണ്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നണില്ല. പക്ഷേ കട്ട് ചെയ്താൽ മാത്രമല്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തിട്ടേ അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. കേക്കിന് ഞാനൊരു പ്ലേറ്റിലേക്ക് വയ്ക്കട്ടെ. ഈ കേക്ക് ഞാനൊന്ന് കഴിച്ചു നോട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്.
ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. നല്ല രസമുണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്. കേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.